ഇനി ട്രയാർക്കിക് സിദ്ധാന്തം എന്താണ് പറയുന്നത്? ബുദ്ധിയുടെ ട്രയാർക്കിക് സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞു ത്രിമാന സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം എന്ന സിദ്ധാന്തത്തെക്കുറിച്ചല്ലേ, അഥവാ ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തമാണ്. അപ്പോൾ ഇവിടെ ത്രിമുഖം എന്ന് കാണുമ്പോൾ ഈ സിദ്ധാന്തമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ട്രൈ ആർക്കിക് എന്ന് പറയുമ്പോൾ അവിടെ 3 എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് അങ്ങനെയാണ് ചിന്തിച്ച് പോകുക അല്ലേ. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ട്രയാർക്കിക് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇതിന് ട്രയാർക്കിക് എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, എന്നാൽ അവിടെ നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്നാണ്, അല്ലെങ്കിൽ 3 ഫേസസ് ആണ്, 3 മാനങ്ങൾ എന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് 3 ഫേസസ് എന്നാണ്, ട്രയാർക്കിക് എന്നല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രയാർക്കിക് സിദ്ധാന്തം മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ട്രയാർക്കിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റോബർട്ട് സ്റ്റേൺബർഗ്. ആരാണ്? റോബർട്ട് സ്റ്റേൺബർഗ് ആണ് ട്രൈ ആർക്കിക് സിദ്ധാന്തം, ബുദ്ധിയുടെ ട്രൈ ആർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്നാൽ ത്രിമാനം സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം, ത്രിമാന സിദ്ധാന്തം ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഗിൽഫോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്നാൽ ഇവിടെ ട്രൈ ആർക്കിക് ആണ്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രയാർക്കിക് സിദ്ധാന്തം? റോബർട്ട് സ്റ്റേൺബർഗ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച സിദ്ധാന്തങ്ങളൊക്കെ ഒരു ഫാക്ടർ തിയറീസ് ആണെന്ന് നമുക്ക് പറയാം, അഥവാ ഘടകങ്ങളുണ്ട്, ബുദ്ധിയിൽ വ്യത്യസ്തമായ ഘടകങ്ങളാണുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. എന്നാൽ ഇവിടെ ട്രയാർക്കിക് സിദ്ധാന്തം പറയുന്നത് വിവിധ തരം ബുദ്ധികളുണ്ട് എന്നാണ്. അദ്ദേഹം 3 തരം ബുദ്ധികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വിവിധ തരത്തിലാണ് ബുദ്ധികളുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേൺബർഗിൻ്റെ ഈ ഒരു സിദ്ധാന്തം പറയുന്നത് ഏതൊക്കെയാണ് ആ തലങ്ങളെന്ന് നമുക്ക് 3 തലങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അദ്ദേഹം പറയുന്നത് അപഗ്രഥന ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, അല്ലെങ്കിൽ കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്, കോമ്പോണൻഷ്യൽ ഓർ അനലിറ്റിക്കൽ കേട്ടോ. അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്നോ കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് എന്നോ ഈ ഒരു സിദ്ധാന്തം അറിയപ്പെടുന്നത്. സോറി, എക്സ്പോണൻഷ്യൽ അല്ല കേട്ടോ, കോമ്പോണൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ അപഗ്രഥന ബുദ്ധി, റോബർട്ട് സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ട്രയാർക്കിക് സിദ്ധാന്തത്തിൽ 3 തരം ബുദ്ധികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തേത് എന്താണ്? അപഗ്രഥന ബുദ്ധിയാണ്. സെക്കൻഡ് വൺ എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും, അഥവാ സൃഷ്ടിപരമായ ബുദ്ധി. സൃഷ്ടിപരം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് അല്ലേ, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയാം. ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സൃഷ്ടിപരമാണ്, എക്സ്പീരിയൻഷ്യൽ ആണ്. എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്നോ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്നോ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത് സൃഷ്ടിപരമായിട്ടുള്ള ബുദ്ധിയാണ്. മൂന്നാമത്തേത് പ്രയോഗപരമായ ബുദ്ധിയാണ്. ഓക്കെ, പ്രയോഗപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈ ചെയ്യുക എന്നാണ് അല്ലേ, അഥവാ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, പ്രയോഗിക്കുക, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധി 3 തരത്തിലാണുള്ളത് അല്ലേ. 3 തരം ബുദ്ധികളാണ് ഒരു വ്യക്തിയിലുള്ളത്. അപ്പോൾ ഏത് ബുദ്ധിയാണോ ഒരു വ്യക്തിയിൽ ഉയർന്നു നിൽക്കുന്നത് ആ ഒരു മേഖലയിൽ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നൽകാൻ സാധിക്കുമെന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ അപഗ്രഥന ബുദ്ധിയാണ് അല്ലേ, അഥവാ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അനലൈസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഒരു വസ്തുവിനെ വിശകലനം ചെയ്യുക. അപ്പോൾ ഒരു വസ്തുവിനെ വിശകലനം ചെയ്യാൻ, നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള കഴിവ് അപഗ്രഥന ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപഗ്രഥന ബുദ്ധി അഥവാ കോമ്പോണൻഷ്യൽ എന്നോ അനലിറ്റിക്കൽ എന്നോ വിളിക്കാം. അപഗ്രഥന ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയെ വിശകലനം ചെയ്തുകൊണ്ട് കാര്യത്തിൻ്റെ യുക്തിയെക്കുറിച്ചും കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവാണ് അപഗ്രഥന ബുദ്ധി, അഥവാ സ്കൂൾ സ്മാർട്ട്നെസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അഥവാ സ്കൂളിൽ നല്ല രീതിയിൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ, നല്ല രീതിയിൽ പെർഫോമൻസ് നൽകുന്ന കുട്ടികൾ. അപ്പോൾ സ്കൂളിൽ വിജയിക്കുന്ന കുട്ടികളെ നമുക്ക് അപഗ്രഥന ബുദ്ധി കൂടുതലുള്ളവരാണെന്ന് പറയാം. സ്കൂൾ സ്മാർട്ട്നെസ് അഥവാ അപഗ്രഥനം. അനലിറ്റിക്കൽ, അവർക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനും കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടാകുമെന്നാണ് സ്റ്റേൺബർഗ് അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ്,
അടുത്ത തരം ബുദ്ധി ഏതാണ്? സൃഷ്ടിപരമായിട്ടുള്ള ബുദ്ധിയുണ്ട് അല്ലേ, അഥവാ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. അപ്പോൾ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളോ പ്രശ്നങ്ങളെയൊക്കെ നേരിടുക എന്നാണ്. അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക, ക്രിയേറ്റീവായിട്ട് അല്ലേ, ക്രിയാത്മകമായ രീതിയിലൂടെ നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധ തരം പ്രശ്നങ്ങളെ നേരിടുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ക്രിയേറ്റീവായിക്കൊണ്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇതിനാണ് സൃഷ്ടിപരമായ ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൃഷ്ടിപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന പ്രശ്നത്തെ, സ്വാഭാവികമായിട്ടും പ്രശ്നത്തെ സ്വയം നേരിടുക, സ്വയം നേരിടാനുള്ള ഒരു ടെൻഡൻസി, ഒരു കഴിവ് അല്ലേ, ഒരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് സൃഷ്ടിപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ നേരിടാൻ, ഞാൻ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്, അങ്ങനത്തെ ഒരു മനോഭാവമായിരിക്കും സൃഷ്ടിപരമായ ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പ്രയോഗപരമായ ബുദ്ധിയാണ് അല്ലേ, അഥവാ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയും. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾ സ്കൂളിൽ അത്ര നന്നായി പഠിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല, സ്കൂൾ സ്മാർട്ടൊന്നും ആയിരിക്കില്ല. സ്കൂൾ സ്മാർട്ടറായിട്ടുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്നത് അപഗ്രഥന ബുദ്ധി കൂടുതലുള്ളവരാണ് അല്ലേ. പ്രയോഗപരമായിട്ടുള്ള ബുദ്ധിയുള്ളവർ സ്കൂളിൽ നല്ലപോലെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരായിരിക്കില്ല, മറിച്ച് അവർ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അഥവാ പ്രാക്ടിക്കൽ ആയിരിക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് അഥവാ പ്രയോഗിക്കുന്ന കാര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കും പ്രയോഗപരമായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾ, അഥവാ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ അറിയുന്ന ആളുകളായിരിക്കും. ഇനി പ്രതികൂല സാഹചര്യങ്ങളാണ് ഉള്ളതെങ്കിൽ ഈ പ്രതികൂല സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഴിവ് മാർക്കുണ്ടാവും പ്രയോഗപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദൈനംദിന പ്രശ്നങ്ങൾ, സന്ദർഭങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആർക്ക് കഴിയും? പ്രയോഗപരമായിട്ടുള്ള ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റോബർട്ട് സ്റ്റേൺബർഗ് ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാ? ട്രൈ ആർക്കിക് സിദ്ധാന്തമാണ് അല്ലേ, ട്രൈ ആർക്കിക് ആണ്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ട്രൈ ആർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. ട്രൈ ആർക്കിക് സിദ്ധാന്തത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട 3 ബുദ്ധിയാണ് അല്ലേ, 3 തരം ബുദ്ധികളാണ് അദ്ദേഹം പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് അപഗ്രഥന ബുദ്ധിയാണ് അല്ലേ, അപഗ്രഥനം അനലിറ്റിക്കലാണ്. സൃഷ്ടിപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണ്. പ്രയോഗപരമായിട്ടുള്ള ബുദ്ധി പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 ഘടകങ്ങൾ പഠിക്കുക. അപഗ്രഥന ബുദ്ധി, സൃഷ്ടിപരമായ ബുദ്ധി, പ്രയോഗപരമായ ബുദ്ധി ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാ? ട്രൈയാർക്കിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. ട്രൈയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. അപഗ്രഥന ബുദ്ധി എന്ന ആശയം, എന്ന ബുദ്ധിയുടെ തലം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോബർട്ട് സ്റ്റേൺബർഗുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സൃഷ്ടിപരമായ ബുദ്ധി, പ്രയോഗപരമായ ബുദ്ധി ഇത് ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രൈയാർക്കിക് ബുദ്ധി സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധി സിദ്ധാന്തത്തെക്കുറിച്ചാണ്, അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഓക്കെ,